എന്താ ഇത് പ്രതിയല്ലേ? ഇവൻ എന്താ ഇവിടെ കാട്ടുന്നത്? ഇവനുണ്ട് ഇവിടെ തപ്പണേ. പ്രകേ എന്താ കാലൊരു കൊക്കല്? അത് റീചാർജ് വൈകിയതാ. റീചാർജോ? ഒന്നുമില്ല, ഈ വിട്ടോ. എന്താ ഭ്രാന്തായോ? ഈ എന്താ പിച്ചുമ്പയും പറയണേ? ഇതെന്താ കയ്യില് കാട്ടിക്ക? എന്താണത്? ഇതെന്തത്? കൂടോത്രോ? കിണിക്കണ്ടേ? ഈ സാധനേ 6 മാസത്തിലൊരിക്കൽ ഇവിടെ കൊണ്ടു വെച്ചാലേ ഭാര്യയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്രാവശ്യം കുറച്ച് വൈകിയത് വെക്കാം. അവൻ്റെ ഒരു മുട്ട. ഏത് നൂറ്റല്ല ഈ ജീവിക്കണേ? എടാ ചങ്ങായി വില 2K പിള്ളേരും കണ്ട ഈ എയറില അറിയ കണക്ക് ആര് കാണണ്ട. എവിടെ വെച്ചാൽ കുഴിച്ചിട്ടോ, ഞാൻ പോണു. ഈ പൊക്കോ, അനുഭവം വരുമ്പോ പഠിച്ചോളും. ചിത്രേ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ മോളെ. ഇതാ വെള്ളം. താങ്ക് യു. ഇത്രയും സ്നേഹസമ്പന്നയായ ഭാര്യ, ചെറിയ ചില സൗന്ദര്യ പണക്കങ്ങൾ ഒഴിച്ചാൽ വേറെന്ത് പ്രശ്നമുള്ളത്? അതിനാണ് ഓരോരുത്തന്മാര് മുട്ടയും പിടിച്ച് ആലിഞ്ചോട്ട് കൂടെ നടക്കുന്നത്. A few moments later. അല്ല ചിത്ര, ഞാൻ ഒരു മിണ്ടരുത് എന്നോട്. തിരിച്ചടിക്കാൻ അറിയാനിട്ടല്ലടി, കല്ലാത്തോണ്ടാ. എന്നാലും ഈ കെ പ്രസാദ് നിനക്ക് എന്തെങ്കിലും ഒരു പണി തന്നിരിക്കും. Next day. ഞാനെന്തിനാ ഇങ്ങനെ നിൽക്കണേ? ആലിനെ തല്ലാൻ വന്നൊന്നല്ലല്ലോ. 2 ദിവസം മുമ്പ് ഒരുത്തിനെ ഇവിടെ നോക്കി വിട്ടതേ ഉള്ളൂ, കളിയാക്കിയും പരിഹസിച്ചിട്ടും. ഇപ്പം ഞാനിവിടെ തന്നെ എത്തിപ്പെട്ടു. ഈ ചാത്തനും കൂടോത്രൊക്കെ ഉള്ളത് തന്നെയാണോ? ആരെങ്കിലും കാണുന്നതിന് മുന്നേ എവിടെയും വയ്ക്കുക. ഇതെവിടെയാ വയ്ക്കുക? ഈ നാറി എന്താ ഇവിടെ പറ്റി കിടക്കണേ? പാലും പരിസരത്ത് തന്നെയാണ് എപ്പോഴും. നടക്കട്ടെ. ഉദാഹരണം കിട്ടണേ. എന്താ പരിപാടി കാണാ? എന്താ കയ്യിലൊരു മുട്ടയൊക്കെ? എന്തൊക്കെ ആയിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ല്. സാറിൻ്റെ കണ്ണ, ഇത് ആദ്യമായിട്ടല്ലേ? പിന്നെ ഇവിടെ തിരക്കുള്ള സ്ഥലമാണ്, വേഗം വെച്ചിട്ട് വാ നോക്ക്. തിരക്കുള്ള സ്ഥലം അല്ലേ? പ്രകേ, മുട്ട ഇതെവിടെ വെക്കുക? ആ ആലിൻ്റെ അടിയിൽ ഒരു നീല തുണി ഉണ്ടാവും, അവിടെ വെച്ചാൽ മതി. ചാത്തന്മാരെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ വെച്ചോ. നീല തുണി എവിടെ? എൻ്റെ പേരറിയാ ചാത്ത. ലോട്ടറി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ അടിയും കുത്തും അത് ഒഴിവാക്കി തരണേ. ഈ നാട് മുട്ട അടിയാണോ? വെറുതെ അല്ല അവിടെ തിരക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. ഞാനൊക്കെ വരാൻ വൈകിപ്പോയി, വെറുതെ കുറെ അടി വാങ്ങി.